നമ്മളിൽ മിക്ക ആളുകളും അടുക്കും ചിട്ടയും പാലിക്കുന്നവരാണല്ലേ? അല്ലേ? ആണ്. നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു അലമാരയുടെ ഡ്രോയറിൽ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്കൊരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അലക്ഷ്യമായിട്ട് അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കാതെ വാരി വലിച്ചിടുന്നവരെക്കുറിച്ചും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. അവരുടെ ജീവിതം മൊത്തം പോക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ മൊബൈലിൻ്റെയും അവസ്ഥ. നമ്മുടെ മൊബൈലിലും നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത്യാവശ്യത്തിന് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മുടെ മൊബൈലിലും ഒരു അലമാര നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ? 5 ഡ്രോയറുള്ള ഒരു അലമാര. ഓരോ ഡ്രോയറിലും 5 ആപ്ലിക്കേഷൻ വീതം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അടുക്കി വെച്ച് സൂക്ഷിക്കാൻ സാധിക്കും. ഒരു അത്യാവശ്യ ഘട്ടത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട 5 ആപ്ലിക്കേഷൻ വീതം 25 ആപ്ലിക്കേഷൻ ഈ 5 ഡ്രോയറിൽ നിങ്ങൾക്ക് അടുക്കും ചിട്ടയോടുകൂടി സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഒരു അലമാരയുടെ ഡ്രോയർ ഒന്ന് തുറന്നാൽ മതി. ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് ടച്ച് ചെയ്യാം, ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അടുക്കും ചിട്ടയും പാലിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ആപ്ലിക്കേഷന്റെ പേര് കാണുന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ അലമാരയുടെ ഡ്രോയർ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ 4 കാണിക്കുന്നത്, അത് നമുക്ക് 5 ആക്കണം. ഇവിടെ കണ്ടോ, സൈഡിൽ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ഡ്രോയർ ഉണ്ട്. അത് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് 5 ആയി കൊടുക്കുക. അപ്പോൾ 5 ഡ്രോയറുള്ള അലമാര ഇവിടെ റെഡി ആയി കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് എത്ര ആപ്ലിക്കേഷനാണ് വേണ്ടത് അത് 5 ആയി കൊടുക്കുക. അപ്പോൾ ഓരോ ഡ്രോയറിൽ 5 വീതം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഓരോ ഡ്രോയർ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതൊക്കെ 5 ആപ്ലിക്കേഷൻ വീതം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ്, കളേഴ്സ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. സൈഡിൽ കാണുന്ന ഈ ഒരു ഡ്രോയറിൻ്റെ കളറുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇവിടെ സൈഡിൽ ആ ഒരു അലമാരയുടെ ഡ്രോയർ നിങ്ങൾ കാണാൻ സാധിക്കും. അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത്, ഞാനിപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്തു. ആ 1ാം നമ്പറിൽ ആ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ നമ്പറും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ 2ാം നമ്പറിൽ സെറ്റ് ചെയ്തു. 3ാമത്തെ ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അവിടെയും ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 5 ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഓരോന്നിലും 5 സെറ്റ് ചെയ്യാം കേട്ടോ. ഓരോ ഡ്രോയറിലും 5 സെറ്റ് ചെയ്യാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു അലമാര അവിടെ കിടക്കും. ഓക്കെ, നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാനും അതിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇതുപോലെ ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഇത് ഏത് ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാലും സൈഡിൽ ആ ഒരു അലമാര കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ ഡ്രോയറിലും നിങ്ങൾക്ക് 5 ആപ്ലിക്കേഷൻ വീതം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ സെറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്യുക. ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷനുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. ഏതാണ് നിങ്ങൾക്ക് ഇനി അവിടെ മാറ്റി സ്ഥാപിക്കേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആപ്ലിക്കേഷൻ മാറി ഈ ഒരു ആപ്ലിക്കേഷൻ വന്നു. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സൈഡിലുള്ള അലമാര ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട എങ്കിൽ, ഇപ്പോൾ സൈഡിൽ അലമാര ഉണ്ട്, അതങ്ങനെ കാണണ്ട എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ തുറക്കുക. ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. കണ്ടോ, സൈഡിലുള്ള അലമാര പോയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചെക്ക് ബോക്സിൽ വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്താൽ നിങ്ങൾ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഉണ്ടാകും. യഥേഷ്ടം നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് ആപ്ലിക്കേഷനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.